കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. മഴയെ തന്നെ നേരത്തെ ഇടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അയാളുടെ ഇടി ഒരു ഇടിയാണ് അതിന് കാരണമായത്. അതുപോലെയുള്ള കൃത്യമായ ഇടി കൊടുത്ത വേറൊരു സ്ത്രീയുണ്ട്. എന്റെ ചേച്ചി ആദ്യത്തെ ഇരയല്ല, 2 or 3 ആൾക്കാരുടെ ഇടയിൽ കൂട്ടത്തൊരു ഇര മാത്രമാണ്. ഇനി ഒരിക്കലും അവന് ജാമ്യം കിട്ടിയിട്ടോ അല്ലെങ്കിൽ ശിക്ഷ ചെറുതായി പോയി തിരിച്ചിറങ്ങി നാട്ടിൽ വന്നിറങ്ങി എന്റെ ചേച്ചിയെ പോലെ ഒരു ഇരയെ തപ്പി ഇനി ഒരിക്കലും പോകില്ല. പേരൂർക്കട ഹാർവിപുരം ഭാവന നിലയത്തിൽ മായാമുരളിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ഓട്ടോ ഡ്രൈവർ കുടപ്പനക്കുന്ന് സ്വദേശി രഞ്ജിത്താണ് പിടിയിലായത്. മായയുടെ കൊലപാതകം നടന്ന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഒപ്പം താമസിച്ചിരുന്ന രഞ്ജിത്തിനെ പോലീസിന് പിടികൂടാനായത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പത്തു നിന്നുമാണ് ഇയാൾ പിടിയിലായത്. മുതിയാവിള കാവുളയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിനടുത്തെ റബ്ബർ തോട്ടത്തിൽ മെയ് 9 രാവിലെയാണ് മായാമുരളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അന്നു മുതൽ രഞ്ജിത്ത് ഒളിവിലായിരുന്നു. ഓടിച്ചിരുന്ന ഓട്ടോയും മൊബൈൽ ഫോണും ഉപേക്ഷിച്ച ശേഷം കുടപ്പനക്കുന്ന് മെഡിക്കൽ കോളേജ്, പേരൂർക്കട, നെയ്യാറ്റിൻകര തുടങ്ങി പലയിടത്തും കറങ്ങി നടന്ന രഞ്ജിത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും ഇറക്കിയിരുന്നു. ഇയാൾ ജില്ല വിട്ട് പോയിട്ടില്ലെന്നും ഉടൻ പിടിയിലാകുമെന്നുമാണ് പോലീസ് പറഞ്ഞിരുന്നത്. യുവതി കൊല്ലപ്പെട്ട് 2 ആഴ്ചയോളമായിട്ടും ഇയാളെ പിടികൂടാനാകാത്തതിൽ വിവിധയിടങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ കമ്പം തേനി പ്രദേശത്തെ ഒളിയിടത്തിൽ നിന്നുമാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഇന്നലെ പോയി കാട്ടാക്കട SI അലോഷ്യസും പാർട്ടിയുടെ തമിഴ്നാട്ടിൽ പോയി പ്രതി അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നു. അയാൾക്ക് കേസുകളില്ല, പക്ഷെ അയാളുടെ രീതികളെല്ലാം ക്രിമിനൽ രീതികളാണ്. പല കാര്യങ്ങളും അയാൾ ചെയ്യുന്നുണ്ട്. അയാൾ സ്ത്രീകളെ ഈ മഴ തന്നെ നേരത്തെ ഇടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വേറെ ആളുകളെയും ഇതേ രീതിയിലുള്ള അയാളുടെ ഇടി ഒരു ഇടിയാണ് അതിന് കാരണമായത്. അതുപോലെയുള്ള കൃത്യമായ ഇടി കൊടുത്ത വേറൊരു സ്ത്രീയുണ്ട്. അതൊക്കെ കേസിൽ അവർ സാക്ഷിയായിട്ട് വരുന്നതുകൊണ്ടാണ്. ഇയാളുടെ പ്രീവിയസ് കണ്ടക്ട് അത് ഉള്ളതാണ്. അയാൾക്ക് ആ രീതികളുണ്ട്. പക്ഷെ കേസിൽ പ്രതിയാവുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഇടി കൊണ്ട സ്ത്രീ തന്നെ അതിനൊരു പരാതി പറയാനൊന്നും തയ്യാറല്ല. കാരണം അവർക്ക് അങ്ങനെ ആ രീതിയില്ല. പക്ഷെ അയാളുടെ പ്രവൃത്തികൾ അങ്ങനെ കണ്ടക്ട് ഉള്ളതാണ്. ഇയാള് ഒരു ട്രയലും കിട്ടാത്ത രീതിയിലാണ്, അയാൾ ഒരു സ്ഥാപനം കൊണ്ടുപോകാത്ത രീതിയിലാണ് അയാൾ ഇവിടുന്ന് പോയത്. അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷർട്ടും മുണ്ടും വരെ അയാൾ മാറ്റിയിരുന്നു. കാരണം പിന്നീടെങ്കിലും കണ്ടെത്താതിരിക്കാനുള്ള അതുവരെ മാറ്റി ഒരു രീതിയിലും പിന്തുടരാൻ പറ്റാത്ത രീതിയിലുള്ള യാത്രയാണ് പോയത്. അതും വളരെ ദൂരേക്ക് തന്നെ പോയിരുന്നു. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. അത് അവർ തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇയാളുടെ പെരുമാറ്റം സഹിക്കാൻ വയ്യാതെ അവര് തിരിച്ചു പോകാനുള്ളൊരു തീരുമാനമൊക്കെ എടുത്തു. അങ്ങനെ പോകും എന്നുള്ളൊരു അതാണ്. അത് കേസിന്റെ തെളിവിലേക്ക് പറയേണ്ട കാര്യങ്ങളാണ്. അത് അയാൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 1 വർഷം മുമ്പാണ് മായാമുരളിയുടെ അച്ഛന്റെ ഓട്ടോറിക്ഷ ഓടിക്കാനായി കുട്ടപ്പായി എന്ന രഞ്ജിത്ത് എത്തുന്നത്. തുടർന്ന് ഭർത്താവ് മരിച്ച മായയുമായി ഇയാൾ പരിചയത്തിലാകുകയും 8 മാസങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് ജീവിതം തുടങ്ങുമായിരുന്നു. അന്നു മുതൽ ഇയാൾ മായയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ഒരുമിച്ച് പലയിടങ്ങളിൽ താമസിച്ച ശേഷം 2 മാസം മുമ്പാണ് കാട്ടാക്കട മുതിയാവിളയിൽ വാടകയ്ക്ക് വീടെടുത്തത്. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആ ക്രൂരനെ പിടിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കാട്ടാക്കട SP സാറിന്റെ അംഗങ്ങളായ എല്ലാവരും, SI CI എല്ലാവരോടും, പിന്നെ നമ്മുടെ സവിതേച്ചി അതിലേച്ചിനെ കൂട്ടത്തുണ്ടായിരുന്ന എല്ലാവരോടും, പിന്നെ നാട്ടുകാരായിട്ട് സഹകരിച്ചതും എല്ലാവരോടും മനസ്സുകൊണ്ട് നന്ദി പറയുന്നതാണ്. സങ്കടത്തെക്കാളും ഇപ്പൊ കൂടുതൽ അങ്ങനെ ഒരാളെ പിടിച്ചു വരുന്ന ആ ഒരു വ്യക്തി നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ഇനിയും മറ്റൊരു പെണ്ണുങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഇത് കാര്യമായിട്ട് ചിന്തിക്കാൻ നിങ്ങൾ എല്ലാവരും മാക്സിമം അവന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുക. എന്റെ ചേച്ചിക്കുണ്ടായ അനുഭവം എന്റെ ചേച്ചി, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്റെ ചേച്ചി ആദ്യത്തെ ഇരയല്ല, 2 or 3 ആൾക്കാരുടെ ഇടയിൽ കൂട്ടത്തൊരു ഇര മാത്രമാണ്. ഇനി ഒരിക്കലും അവന് ജാമ്യം കിട്ടിയിട്ടോ അല്ലെങ്കിൽ ശിക്ഷ ചെറുതായി പോയി തിരിച്ചിറങ്ങി നാട്ടിൽ വന്നിറങ്ങി എന്റെ ചേച്ചിയെ പോലെ ഒരു ഇരയെ തപ്പി ഇനി ഒരിക്കലും പോകരുത്. അതിന് മാക്സിമം എല്ലാവരും ശ്രമിച്ചുകൊണ്ട് അതിന് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നാണ് എന്റെ റിക്വസ്റ്റ്. കസ്റ്റഡിയിലെടുത്ത രഞ്ജിത്തിനെ കാട്ടാക്കടയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ അറിയാനാകൂവെന്ന് പോലീസ് പറഞ്ഞു. ഭാരത് വിഷൻ, കാട്ടാക്കട.